Good morning. Good morning, ma'am. Good morning. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് വരെ ആയിരുന്നു അല്ലേ? വായിച്ചായിരുന്നോ? വായിച്ചിട്ടുണ്ടോ? Yes, ma'am. വായിച്ചു. ഓക്കെ. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്? മറ്റു നിങ്ങളുടെ ക്ലിനിക്കൽ ഓഡിറ്റ് ആരെങ്കിലും ഒരാള് ആരെങ്കിലും പറഞ്ഞോളൂ. നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർ നൽകുന്ന എല്ലാ സവിശേഷതകളും വിലയിരുത്തുന്നു. എന്താണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്? അപ്പോയിന്റ്മെന്റ്സ്, സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ് എന്നിവ വിലയിരുത്തുക. ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ മെത്തേഡ്സ് ആണ്? ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് മീനിങ്? എന്താ? നിരീക്ഷിക്കുക അല്ലെ? ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നിരീക്ഷിക്കുക, നിരീക്ഷണം നടത്തുക. അതാണ് ഫസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോ എന്താണ് പല വിഷയങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഡയറക്റ്റ് ആയിട്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിരീക്ഷിച്ചിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇനി ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? ഓരോ കാര്യങ്ങളും ഇന്നത് ചെക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ? ഇത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സ് ആയിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങള് ലിസ്റ്റ് ഇട്ട് വെച്ച് അത് ഓരോന്നും കറക്റ്റ് ആയിട്ട് നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് ചെക്ക് ലിസ്റ്റ്. ഇനി നെക്സ്റ്റ് ആണ് ഡോക്യുമെന്റേഷൻ. കുറെ ഡോക്യുമെന്റ്സുകള് ചെയ്യുന്നുണ്ടാവും, ഇവാലുവേറ്റ് ചെയ്ത് അത് വിലയിരുത്തുന്ന രീതി. ഇനി അതുപോലെ തന്നെ ക്വസ്റ്റിനെയേഴ്സ് അറിയാൻ പറ്റുമല്ലോ. ക്വസ്റ്റിനെയേഴ്സ് എന്താണ്? സർവേ പോലെ തന്നെയാണ് അല്ലെ? അത് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ആൻസേഴ്സുകൾ അല്ലെ രോഗികളോട് അവിടെ വരുന്ന പേഷ്യൻസിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളോടായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ തരുന്ന ആൻസർ വിലയിരുത്തുന്ന രീതിയാണ്. അതുപോലെ ഇന്റർവ്യൂ അല്ലെ? എന്താണ്? ആളുകളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അല്ലെ ഇന്റർവ്യൂ നടത്തി നമുക്ക് ഓഡിറ്റ് വിലയിരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലിനിക്കൽ കേസ് റിവ്യൂ. ക്ലിനിക്കൽ കേസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ രോഗി പരിചരണം എങ്ങനെയാണ്, പേഷ്യൻസിനോടൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കെയർ എങ്ങനെയാണ് എന്നുള്ളത്
അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ക്ലിനിക്കൽ കേസ് റിവ്യൂ എന്ന് പറയുന്നത്, അവലോകനം കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മെത്തേഡ്സ് ചിലപ്പോൾ ചോദിക്കാം, ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനെയേഴ്സ്, ഇന്റർവ്യൂ, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. രണ്ട് ടൈപ്സ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റിനുള്ളത്, കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഇനി കൺകറന്റ് ഓഡിറ്റ് എന്താണ്? കേസ് ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്. ടേക്ക് പ്ലേസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ PDF എന്താ കൊടുത്തിരിക്കുന്നത്? ടേക്ക് പ്ലേസ് എന്നല്ലേ? ടേക്കൺ ആണ് അല്ലെ? ഓക്കെ ഓക്കെ, ടേക്കൺ പ്ലേസ് അല്ലെ? ഓക്കെ. അപ്പോ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് കേട്ടോ. ഓക്കെ, അപ്പോ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടക്കുന്ന സമയത്താണ് വിലയിരുത്തുന്നത്. ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? രോഗി ഒരു ഹോസ്പിറ്റലിൽ വന്നു, പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പരിചരണം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അതിനെയാണ് ഈ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പരിചരണം അത് നടക്കുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. കിട്ടിയോ? അതൊന്ന് എഴുതി വെക്കാം കേട്ടോ. പരിചരണം നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്യാഷ് കൊടുത്തു. അവരെന്ത് ചെയ്യും? നമ്മള് പോയി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് അവർ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് വെക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്ത തുക? ഇല്ലല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെയാണ് അവര് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന, പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഓഡിറ്റ് എന്ന് പറയുന്നത് കൺകറന്റ് ഓഡിറ്റ് ആണ്. ഓക്കെ, അപ്പോ പരിചരണം നടക്കുന്ന സമയത്താണ് വിലയിരുത്തുന്നത്. അതാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. Care is straight after it has been completed through records. Care is rated after it has been completed through records. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഇവിടെ എങ്ങനെയാണ്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നു, കെയർ കൊടുത്ത ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സ്, അതുപോലെ പേഷ്യന്റ് രജിസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, ആ റിപ്പോർട്ട്സുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇത് വിലയിരുത്തുന്നത്. ഓക്കെ, ഈ ഓഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ എന്താണ്? ആ കമ്പനിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കുറെ ഡാറ്റകളൊക്കെ അവർക്ക് അല്ലെ സബ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ? സബ്മിറ്റ് ചെയ്ത് അവര് അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ പൈസ നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്നത്. രേഖകളൊക്കെ സമർപ്പിച്ച് അത് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, കൺകറന്റ് ഓഡിറ്റ് അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നുണ്ട്? പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടന്നു, രേഖകളൊക്കെ പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ രണ്ടിന്റെയും ഡിഫറൻസ്? എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മെത്തേഡ്സും അതുപോലെ തന്നെ ടൈപ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഏതാ പറയേണ്ടത് ശ്രീലക്ഷ്മി? രണ്ടും പറയണം. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടക്കുന്ന സമയത്താണ് വിലയിരുത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. പരിചരണം നടക്കുന്ന ആ സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. ഓക്കെ. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ രേഖകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കെയർ കൊടുത്ത ശേഷം റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് കെയർ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാട്ടോ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഏതൊക്കെ പർപ്പസ് ആണെന്ന് നോക്കിയേ. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർപ്പസ് മീനിങ് എന്താ? ഇതായിരിക്കും മീനിങ്. പർപ്പസ് എന്ന് പറഞ്ഞാല് ഉദ്ദേശം. വെരി ഗുഡ്, ഉദ്ദേശം അല്ലെ? ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ടുള്ള ഉദ്ദേശം എന്തൊക്കെയാണ്? ഓക്കെ, ബെനഫിറ്റ് എന്താണ് അല്ലെ? ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ബെനഫിറ്റ്, ഉദ്ദേശം എന്താണ് എന്നുള്ളത്. Planning the future course of action. It is needful to obtain baseline information through assessment of achievements. Achievements എന്താണ് മീനിങ്? achievements എന്താണ് അച്ചീവ്മെന്റിന്റെ മീനിങ്? നേട്ടങ്ങൾ അല്ലെ? ആ നേട്ടം. ഓക്കെ. പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. It is needful to obtain baseline information through assessment of achievement. ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഭാവിയിലെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ടും ഭാവിയിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അത് വിലയിരുത്താൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. മനസ്സിലായോ? ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഭാവിയിലെ അച്ചീവ്മെന്റ്സുകളും വിലയിരുത്താൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പർപ്പസ് ആയിട്ട് പറയുന്നത്. അച്ചീവ്മെന്റ്സ്, ഭാവിയിലെ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭാവിയിലെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസസ്. ഇനി എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല സർവീസുകളും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. It is regulatory in the nature that ensure full and effective utilization of staff and facilities available. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ആവശ്യത്തിനനുസരിച്ചിട്ട് സ്റ്റാഫുകളെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നടത്തുന്നുണ്ട്, ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഇഫക്റ്റീവ്നെസ് എന്താണ്? ഇഫക്റ്റീവ്നെസ് മീനിങ് എന്താണ്? ഇഫക്റ്റീവ്നെസ് എന്താ മീനിങ്? ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. കാര്യക്ഷമമായ, കാര്യക്ഷമത. ഓക്കെ. എഫിഷ്യൻസി, കാര്യക്ഷമത. ഇഫക്റ്റീവ്നെസ് എന്താ? ഫലപ്രദമായ എന്ന് പറയാം കേട്ടോ. ഫലപ്രദമായ. ഓക്കെ. അപ്പോ ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് and services put into practices. എന്താണ്? അവിടെ കൊടുക്കുന്ന അല്ലെ? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന സർവീസുകളിലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്,
എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് എന്തിലൂടെ അളക്കാൻ പറ്റും? ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന സർവീസുകൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസിനും എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്, ഫലപ്രദമാണ്, അതുപോലെ തന്നെ എത്രമാത്രം കാര്യക്ഷമമായിട്ട് അവിടെ സർവീസ് ആയാലും ഹെൽത്ത് പ്രോഗ്രാംസ് ആയാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നറേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പ്രാക്ടീസസ്. അപ്പൊ എന്താണ് പ്രസന്റ് ആയിട്ടുള്ള ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നല്ല ഇംപ്രൂവ്മെന്റ് വേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നല്ല ഫലപ്രദമായി നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടാണോ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് കൊടുക്കുന്നത് എന്ന് ക്ലിനിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പ്രസന്റ് പെർഫോമൻസ് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബ്വിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്വിയസ് വ്യക്തത അല്ലെ? വെരി ഗുഡ്, വ്യക്തത. ഓക്കെ, വ്യക്തത. അപ്പൊ എന്താണ്? നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങള് നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സാധിക്കുന്നു. വ്യക്തമായ മാനദണ്ഡങ്ങള് ഡെവലപ്പ് ചെയ്യാനായിട്ട്, വികസിപ്പിച്ചെടുക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. റെക്കമെൻഡ്സ് വാട്ട് റിക്വയർഡ് ടു ബി ചേഞ്ച്ഡ്. ഇനി എന്താണ്? എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്, എവിടെയൊക്കെയാണ്? നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പല സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എവിടെയൊക്കെയാണ് ഈ ചേഞ്ചുകൾ വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്. ഇനി എന്താണ്? എന്താ പറയുന്നത്? ഈ മൊബിലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബിലൈസ് മീനിങ് എന്താണ്? മൊബിലൈസ് എന്ന് പറഞ്ഞാല് മൊബിലൈസ് റിസോഴ്സസ് സഞ്ചരിക്കുന്നു. ഓക്കെ, അപ്പൊ ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്. ഇനി ഹോസ്പിറ്റലുകളില് ഈ മാറ്റം ചിലപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോ ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യണം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ചസ് ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പല റിസോഴ്സസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. ഇനി നമ്മൾ എന്താ പറയുന്നത്? മുൻപത്തെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനും പ്രസന്റിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അതിന് വരുത്താൻ വേണ്ടിയിട്ടും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. എന്താണ്? മുൻപത്തെ അല്ലെങ്കിൽ എന്താണ് പാസ്റ്റിലെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മുൻപത്തെ അല്ലെങ്കിൽ പാസ്റ്റിലെ പരിചരണ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനും ഇപ്പോഴുള്ള സർവീസിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അത് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഫ്യൂച്ചർ പ്ലാനിങ്ങിനും ഫ്യൂച്ചറിലെ അച്ചീവ്മെന്റ്സിനും വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട് അല്ലെ? അത് വിലയിരുത്താനായിട്ട് ഫ്യൂച്ചറിലെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂച്ചറിലെ അച്ചീവ്മെന്റ്സ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ സർവീസുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നല്ല രീതിയിൽ ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളെ ഉപയോഗിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഉള്ള പറഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പല സർവീസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ ഹെൽത്ത് പ്രോഗ്രാംസിന് അത് അവിടെ കൊടുക്കുന്ന ആ പ്രോഗ്രാംസും സർവീസ് ആയാലും അത് എഫക്റ്റീവ് ആണോ, എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യന്റ് ആണ്, എഫിഷ്യൻസിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രസന്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തമായ മാനദണ്ഡങ്ങള് വികസിപ്പിച്ചെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? മുൻപത്തെ പാസ്റ്റിലെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനും ഇപ്പോഴുള്ള പ്രസന്റ് കാര്യങ്ങളില് മോഡിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ ആണോ? സിക്സ്ത് പോയിന്റ് പറയണോ? ഓക്കെ, സിക്സ്ത് പോയിന്റ് ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബിയസ് എന്ന് പറഞ്ഞാല് എന്താണ്? വ്യക്തമായ വ്യക്തമായ. അപ്പോ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങള്, സ്റ്റാൻഡേർഡ്സ് മീൻസ് മാനദണ്ഡങ്ങള്, വ്യക്തമായ മാനദണ്ഡങ്ങള് വികസിപ്പിച്ചെടുക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. വ്യക്തമായ മാനദണ്ഡങ്ങള് ഡെവലപ്പ് ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? നെക്സ്റ്റ് ആണ് പ്രീ റിക്വിസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഫസ്റ്റ് വൺ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. ഇനി മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, അതുപോലെ മെമ്പർ സെക്രട്ടറി, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്. ഇത്രയും പേരാണ് ഇതില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉള്ളത്. ആരൊക്കെയാണെന്ന് പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ അല്ലെ, ഓഫീസർ ഇൻചാർജ് ആണ്.
ഓക്കെ. ചെയർമാൻ ഉണ്ടാവും, അതുപോലെ തന്നെ സെക്രട്ടറി അല്ലെ, സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളില്. അവിടുത്തെ ഹെഡ് മെമ്പേഴ്സുകൾ, ഓക്കെ, ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. 3 പേരാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ചെയർമാൻ ഉണ്ടാവും, അതുപോലെ സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്പേഴ്സ് ഇതില് ഇൻക്ലൂഡഡ് ആണ്. കിട്ടിയോ? 3 കാര്യങ്ങള്: ചെയർമാൻ, സെക്രട്ടറി, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഹെഡ്സ്. ഇനി അവിടെ കൂടുന്നത്, ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ കമ്മിറ്റി കൂടുന്നത് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ദ കമ്മിറ്റി ടു മീറ്റ് once a month on fixed day. മാസത്തില് ഒരു ദിവസം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ മന്തില് ഒരു ദിവസമാണ് കേട്ടോ. മന്തില് ഒരിക്കലാണ് ഈ കമ്മിറ്റി കൂടുന്നത്. ഓക്കെ, മന്തില് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ ദിവസത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? കമ്മിറ്റി കൂടുന്നത്. വൺസ് എ മന്ത്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം. അപ്പോ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ആരൊക്കെയാണ്? ചെയർമാൻ ഉണ്ട്, മെമ്പേഴ്സ് സെക്രട്ടറി ഉണ്ട്, അതുപോലെ ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്പേഴ്സ് ഉണ്ട്. 3 പേരാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവര് കമ്മിറ്റി കൂടുന്നത് മാസത്തില് ഒരിക്കലാണ്. ക്ലിയർ ആയല്ലേ? ഇനി നോക്കിയേ, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി എന്തൊക്കെയാണ് ഈ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ? നോക്കിയേ, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, കോമ കൊടുത്തിട്ടില്ല അവിടെ. കോമ ഇല്ലാത്തതൊന്നും ജസ്റ്റ് ഒന്ന് കോമ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് എന്താണ് മീനിങ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിരിക്കും? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകള്. ഓക്കെ, സ്ഥിതി വിവര കണക്കുകളാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥിതി വിവര കണക്കുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ റിസോഴ്സസ് അല്ലെ. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിഭവങ്ങളാണ്. ഹോസ്പിറ്റൽ റിസോഴ്സസ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എന്താണ് വിവരങ്ങൾ, ഡീറ്റെയിൽസുകൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതാണ് ഹോസ്പിറ്റൽ റിസോഴ്സസ്, വിഭവങ്ങള്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടാകും? ഈ ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സിൽ ഉണ്ടാകും. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നതാണ് എന്ത്? ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്. അതുപോലെ അഡ്മിഷൻ ഡാറ്റ. എന്തായിരിക്കും അഡ്മിഷൻ ഡാറ്റ? അഡ്മിഷൻ ഡാറ്റ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അഡ്മിഷൻ ഡാറ്റ വെരി ഗുഡ്. പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. എത്ര പേര് വന്നിട്ടുണ്ട്, എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ്, പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അഡ്മിഷൻ ഡാറ്റയിലുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജുകളും ഓരോന്നും ഏത് ചിലപ്പോ സെക്കൻഡ് സ്റ്റേജ് എന്താണ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് എന്താണ് എന്നുള്ളത് ചോദിക്കാം കേട്ടോ. അപ്പൊ ഓരോന്നും ഫസ്റ്റ് വരുന്നത് ഏതാണ്, സെക്കൻഡ് ഉള്ളത് ഏതാണെന്നുള്ളത് ഓർഡറിൽ പഠിച്ചു വെക്കാം. സ്റ്റേജസ്: പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ,
measuring performance, making improvement, sustaining improvement, re-audit. 6 stages ആണ് വരുന്നത് ട്ടോ. Okay, preparing for audit, selecting criteria, measuring performance, making improvement, sustaining improvement, re-audit. മാർക്ക് ചെയ്ത് വെക്കാം ട്ടോ. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? കാണാൻ പറ്റുന്നുണ്ടോ ഡയഗ്രാം? ഓക്കെ, 5 കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്, ഏത് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് വരുന്ന പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് ഫസ്റ്റ് വരുന്ന പോയിന്റ് ഏതായിരിക്കും? യൂസേഴ്സ് ഇൻഫർമേഷൻ. ഓക്കെ, ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? സെലക്ടിങ് എ ടോപ്പിക്. ഓക്കെ, പ്ലാനിങ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് അല്ലെ? അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എന്താണ്? സെലക്ടിങ് എ ടോപ്പിക്. ഫസ്റ്റ് പോയിന്റ് ആണ് സെലക്ടിങ് എ ടോപ്പിക്. അവിടെ എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ് ജസ്റ്റ് ഒന്നെന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. സെലക്ടിങ് എ ടോപ്പിക്. ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ? ചിലപ്പോൾ പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാവാം. നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മളൊരു ടോപ്പിക് ആദ്യം സെലക്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ഓഡിറ്റ്. രണ്ടാമത് വരുന്നതാണ് പ്രയോറിറ്റൈസ് ഓഡിറ്റ്. പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോറിറ്റി എന്താണ് മീനിങ്? മുൻഗണന കൊടുക്കണോ അല്ലെ? മുൻഗണന, പ്രയോറിറ്റൈസ്. നമ്മൾ ആദ്യം ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, അതിനെ നമ്മള് പ്രയോറിറ്റൈസ് ചെയ്തു അല്ലെ? അതിന് മുൻഗണന കൊടുത്തു. സെക്കൻഡ് പോയിന്റ് ആണ്. ഇനി തേർഡ് പോയിന്റ് ആണ് ഡിഫൈനിങ് ദ പർപ്പസസ്. ഡിഫൈനിങ് ദ പർപ്പസസ് എന്താണ്? എന്തിനാണോ ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താണെന്ന് എഴുതണം. അതാണ് ഡിഫൈനിങ് ദ പർപ്പസസ്. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ഡിഫൈനിങ് ദ പർപ്പസസിൽ വരുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് പ്ലാനിങ് ഓഡിറ്റ് അല്ലെ? പ്ലാൻ ചെയ്യുക. ഓഡിറ്റ് പ്ലാനിങ് ചെയ്തു. അതിനുശേഷം യൂസേഴ്സ് ഇൻഫോർമേഷൻസ്, ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇതാണ് ലാസ്റ്റ് പോയിന്റിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് സ്റ്റേജ് 1 പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് ഫസ്റ്റ് പോയിന്റ് സെലക്ടിങ് എ ടോപ്പിക്. ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന് പ്രയോറിറ്റി കൊടുത്തു അല്ലെ? മുൻഗണന നൽകി. എന്താണ് ഓഡിറ്റ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഡിഫൈനിങ് ദ പർപ്പസസ്. പ്ലാൻ ചെയ്തു അല്ലെ? ഓഡിറ്റ് പ്ലാനിങ്. അതുപോലെ യൂസേഴ്സ് ഇൻഫർമേഷൻ, യൂസേഴ്സിനോട് അല്ലെങ്കിൽ എന്താണ് ആളുകളോട് വിവരങ്ങൾ ശേഖരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് സെലക്ടിംഗ് ഓഫ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് സ്റ്റേജ് ആണ് സെലക്ടിംഗ് ഓഫ് ക്രൈറ്റീരിയ. ഇതില് ഫസ്റ്റ് വരുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഏത് പോയിന്റ് ആണെന്ന്? ഏത് പോയിന്റ് ആയിരിക്കാം? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. വെരി ഗുഡ്. ഡിഫൈനിങ് ക്രൈറ്റീരിയ അല്ലെ? ക്രൈറ്റീരിയ ഏതാണ്, എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് മാനദണ്ഡം? ക്രൈറ്റീരിയ മീൻസ് മാനദണ്ഡം.
എന്താണ് മാനദണ്ഡം എന്നത് ഡിഫൈൻ ചെയ്യുക. നമ്മളൊരു ഓഡിറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. ചിലപ്പോൾ പേഷ്യൻസ് കെയർ ആവാം, ഡോക്ടേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിലാവാം. ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സോഴ്സസ് ഓഫ് എവിഡൻസ്. ഇനി ഏതെല്ലാം രീതിയിൽ നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും, എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും? പേഷ്യൻസ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുക, എവിഡൻസ് ശേഖരിക്കാൻ പറ്റുന്നത്? ഏത് റെക്കോർഡ്സിൽ നിന്നൊക്കെയാണ് അറിയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം നമ്മുടെ ഓഡിറ്റ് തുടങ്ങിയപ്പോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഴുതി വെക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പേഷ്യൻസ് റെക്കോർഡും ഓക്കെ, മെഡിക്കൽ റെക്കോർഡും പേഷ്യൻസ് രജിസ്റ്ററും. ഓക്കെ, മെഡിക്കൽ റെക്കോർഡാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്തു? ഡിഫൈനിങ് ക്രൈറ്റീരിയ അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്, അതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു ടോപ്പിക്കല് നമ്മൾ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്ത് അത്, അല്ലെങ്കിൽ പേഷ്യൻസ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം സോഴ്സസ് ഓഫ് എവിഡൻസ്, എന്തിൽ നിന്നൊക്കെ നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും? മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും പേഷ്യന്റ് രജിസ്റ്ററിൽ നിന്നും. ഇനി തേർഡ് വൺ ആണ്, എന്താണ് സെക്കൻഡ് സ്റ്റേജ് 2-ലെ തേർഡ് പോയിന്റ് ആണ് അപ്രൈസിങ് ദ എവിഡൻസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതാണ് ആ പോയിന്റ് വരുന്നത് കേട്ടോ. അപ്രൈസിങ് ദ എവിഡൻസ്, നമ്മുടെ കയ്യിലുള്ള എവിഡൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് സ്റ്റേജ് 2-ല് വരുന്നത്. ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സസ് ഓഫ് എവിഡൻസ്, അപ്രൈസിങ് ദ ഓഡിറ്റ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് സ്റ്റേജ് 3, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പോയിന്റ്സ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റും സെക്കൻഡും ഡയഗ്രാം ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, മെഷറിംഗ് ഓഫ് പെർഫോമൻസ്, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്താണ്? ഫസ്റ്റ് വൺ പ്ലാനിങ് ഡാറ്റ കളക്ഷൻ, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഡാറ്റകൾ കളക്ട് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ആണ് ഹാൻഡ്ലിംഗ് ഡാറ്റ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ആ പോയിന്റ്സ്. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. പ്ലാനിങ് ഓഫ് ഡാറ്റ കളക്ഷൻ, പ്ലാൻ ചെയ്യാം എങ്ങനെയെല്ലാം ഡാറ്റ കളക്ട് ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ, അതുപോലെ മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, ഹാൻഡ്ലിംഗ് ഡാറ്റ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ 3 സ്റ്റേജും ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫസ്റ്റും സെക്കൻഡും ഡയഗ്രാം വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ഏത് കഴിഞ്ഞാലാണ് ഏത് വരുന്നത്, ഏത് പോയിന്റ് ആണ് വരുന്നതെന്ന് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ആണോ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് ഫസ്റ്റ് പോയിന്റ് ആണ് സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസസ്, പ്ലാനിങ് ഓഡിറ്റ്, യൂസസ് ഇൻഫോർമേഷൻ. വായിച്ചു നോക്കിയേ, 3 പിക്ചേഴ്സും ഒന്ന് നോക്കാട്ടോ.
ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഈ നാലാമത്തെ സ്റ്റേജ് ആണ് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. ഫസ്റ്റ് വൺ, അല്ല 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫൈ ബരിയേഴ്സ്. എന്താണ് ബരിയേഴ്സ് എന്ന് പറഞ്ഞാല്? എന്താണ് മീനിങ്? ബരിയേഴ്സ് തടസ്സങ്ങൾ അല്ലെ, നമ്മൾ CST പഠിച്ചിട്ടുണ്ടായിരുന്നു ബരിയേഴ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോ ഐഡന്റിഫൈ ബരിയേഴ്സ്, തടസ്സങ്ങൾ അല്ലെ. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടായിട്ടുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഫിയർ അല്ലെ, പേടി, അതുപോലെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാവാത്ത അവസ്ഥ, അതുപോലെ ലോ മൊറയിൽ, ചില കാര്യങ്ങളില് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത്, അതുപോലെ പുവർ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട്. ഇതൊക്കെയാണ് ബരിയേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ബരിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഏത് തടസ്സമാണ് നമ്മളുടെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ബൈ റിമൂവ് ബരിയേഴ്സ് അല്ലെ. ബരിയേഴ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് റിമൂവ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നമ്മുടെ ബരിയേഴ്സ്, നമ്മളിൽ ഉണ്ടാവുന്ന തടസ്സങ്ങള് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ആ ബരിയേഴ്സ് നമ്മൾ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് അത് റിമൂവ് ചെയ്യാം. അതാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ വരുന്നത്. ഓക്കെ, ഐഡന്റിഫൈ ദ ബരിയേഴ്സ്, ചേഞ്ച് ബൈ റിമൂവ് ബരിയേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് 5, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ്. എന്താണ് സസ്റ്റെയിനിങ് മീനിങ്? വാട്ട് യു മീൻ ബൈ സസ്റ്റെയിനിങ്? മീനിങ് എന്തായിരിക്കും? പഠിച്ചതാണ്, നമ്മള് പഠിച്ചിട്ടുണ്ട്. നിലനിർത്തുക അല്ലെ. ഇംപ്രൂവ്മെന്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങള്, ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലെ. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാല് അത് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിലാണോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇനി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ, ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാല് അത് നിരീക്ഷിക്കുക, അതൊന്ന് വിലയിരുത്തണം അല്ലെ, ഇവാലുവേറ്റ് ചെയ്യണം. ഇനി എന്താണ്? ലാസ്റ്റ് വൺ ആണ് റീ ഓഡിറ്റ്. ഓക്കെ, മോണിറ്റർ ചെയ്തു, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് ഫിഫ്ത് സ്റ്റേജിലെ ലാസ്റ്റ് വൺ ആണ് റീ ഓഡിറ്റ്. ഇനി അതിലെന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഓഡിറ്റ് നടത്തണം അല്ലെ, റീ ഓഡിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു എക്സാം എഴുതി ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? എന്ത് ചെയ്യും? എക്സാം എഴുതാണ്ടിരിക്കും, അല്ലെങ്കിൽ വീണ്ടും എക്സാം എഴുതോ? ഇവാലുവേഷന് കൊടുക്കും. ഓക്കെ, എന്താണ്? റീടെസ്റ്റ് അല്ലെങ്കിൽ റീ എക്സാം ചെയ്യോ അല്ലെ. വീണ്ടും പഠിച്ച് എഴുതും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ. അതുപോലെ തന്നെയാണ് ഇത് ഇവിടെ നമ്മൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാല് അത് നമ്മൾ വിലയിരുത്തി നിരീക്ഷിച്ച് അതിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ചെയ്യും, റീ ഓഡിറ്റ് നടത്തും. കുറെ കാര്യങ്ങൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഒക്കെ വരുത്തി, കുറെ റെക്കോർഡുകൾ, ഡാറ്റകളിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ചേഞ്ചസ് വരുത്തി റീ ഓഡിറ്റ് നടത്തും. ഓക്കെ, ക്ലിയർ ആയോ? സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? റിഫൈനിങ് ഇംപ്രൂവ്മെന്റ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, റീ ഓഡിറ്റ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്.
റീ ഓഡിറ്റ്. ഓക്കെ, ഈ റീ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശേഖരിക്കേണ്ടത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് റിവ്യൂ എവിഡൻസ്. എന്ത് ചെയ്യണം? റീ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു അല്ലെ. ഫസ്റ്റ് വൺ ആണ് റീ എവിഡൻസ്, റിവ്യൂ എവിഡൻസ്. റീ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യാം. ഇനി എന്താണ്? മെഷർ ഇഫക്റ്റീവ്നെസ്. ഇനി നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസ് അത് എത്രമാത്രം, ആ എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം അതിന് ഫലപ്രാപ്തി ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ആ റിസൾട്ട് നമ്മൾ കളക്ട് ചെയ്ത് ആ റിസൾട്ട് ഒക്കെ ഫൈനൽ ആയിട്ട് വരുമ്പോൾ അതൊന്ന് നിരീക്ഷിച്ച് ഇവാലുവേറ്റ് ചെയ്ത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇനി എന്താണ്? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. എന്താണ്? സോഴ്സുകൾ വെച്ചിട്ട് അല്ലെ, എവിഡൻസുകൾ വെച്ച് നമ്മൾ കളക്ട് ചെയ്ത് എത്രമാത്രം ആ റിസൾട്ടിന് ഫലപ്രാപ്തി ഉണ്ടെന്ന് നോക്കും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മള് റീ ഓഡിറ്റ് ചെയ്യുന്നു. അത് എത്രമാത്രം ഫലപ്രാപ്തി കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റീ ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റിൽ വരുന്നത്. ഇനി എന്താണ്? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. എന്താണ് ഓൺഗോയിങ് പ്രോസസ് എന്ന് പറഞ്ഞാല്? ഇടയ്ക്കിടയ്ക്ക് അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മള് കളക്ട് ചെയ്ത എവിഡൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും റീചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമ്മുടെ കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫലപ്രാപ്തി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് സ്റ്റേജ് റീ ഓഡിറ്റിൽ വരുന്നത്. ഫസ്റ്റ് വൺ റിവ്യൂ എവിഡൻസ്, എവിഡൻസ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ മെഷർ ഇഫക്റ്റീവ്നെസ്, എത്രമാത്രം അതിന് ഫലപ്രാപ്തി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്, സോഴ്സ് വെച്ച് എവിഡൻസ് കളക്ട് ചെയ്ത് എത്രമാത്രം അതിന് ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് വീണ്ടും നമ്മൾ റീ ഓഡിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. എന്താണ്? വീണ്ടും വീണ്ടും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇത്തരം കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ആദ്യം നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, പ്രയോറിറ്റി കൊടുത്തു, പർപ്പസ് ഡിഫൈൻ ചെയ്തു, പ്ലാനിങ് ഓഡിറ്റ്, യൂസേഴ്സിനോട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, ശേഖരിച്ചു. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഇനി സെലക്ടിങ് ക്രൈറ്റീരിയ, എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. എവിഡൻസ് നമ്മൾ പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും കളക്ട് ചെയ്തു. അതുപോലെ തന്നെ എവിഡൻസ് അപ്രൈസിങ് ദ എവിഡൻസ് ആണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ്? ആ എവിഡൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ തേർഡ് സ്റ്റേജിൽ മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഡാറ്റ. ഇനി വരുന്നത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, നമ്മുടെ തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി അതിനെ ചേഞ്ചസ് വരുത്താം. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്സ്, എന്താണ് ഇംപ്രൂവ്മെന്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്സ്, ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ അത് മോണിറ്റർ ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം, വിലയിരുത്തിക്കൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫാക്ടറുകൾ നമ്മൾ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് റീ ഓഡിറ്റ് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ റീ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം എവിഡൻസ് കളക്ട് ചെയ്തു, അതിന്റെ ഇഫക്റ്റീവ്നെസ് എത്രമാത്രം ഉണ്ട്, നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്,
സോഴ്സസ് വെച്ച് എവിഡൻസ് കളക്ട് ചെയ്ത് അത് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. കറക്റ്റ് ആണോ അല്ലെങ്കിൽ വീണ്ടും റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 സ്റ്റേജും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ സ്റ്റേജിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ചോദിക്കാം, പോയിന്റ്സും, അതും ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. വായിച്ചു നോക്കാം കേട്ടോ, നന്നായിട്ട് പഠിക്കണേ. ക്ലിയർ ആണോ? ഇത്ര വരെയും മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, കൂടുതൽ എടുക്കുന്നില്ല. ഇത്ര വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഇന്നത്തെ ഭാഗങ്ങൾ ഇന്ന് തന്നെ വായിച്ച് പഠിക്കണം കേട്ടോ, വീട്ടില് കിട്ടില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് മറന്നു പോകും. ബുദ്ധിമുട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് അന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നാണ് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.